അപ്പോൾ ഇന്നലത്തെ ക്ഷീണമൊക്കെ കഴിഞ്ഞിട്ട് ന്യൂ ഇയറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേരെന്നാ ഷട്ടിൽ കളിച്ചേക്കാന്ന് കൊണ്ടുപോയി കേട്ടോ. കുഞ്ഞി എങ്ങനെയുണ്ട്? കൊള്ളാം. കൊള്ളാം അല്ലേ? ആ, ഈ കേശു തന്നെ ഇവിടെ മാറി നിൽക്കുന്നേ. അത് പിണങ്ങി നിൽക്കുവാണോ? ആ അതെ. അതിനാ എന്നാന്നറിയത്തില്ല. എന്നാ കേശു, നിനക്ക് ഇവർ തന്നില്ല കളിക്കാൻ? തന്ന എന്നിട്ട് പിണങ്ങി എടുത്ത് എറിഞ്ഞതാ. ആണോ? എന്നിട്ട് വീണ്ടും ചോദിച്ചപ്പോ കൊടുത്തില്ല അതിനാ. ആണോ? അത് കൊള്ളാലോ. കുഞ്ഞി പിള്ളേരാണോടാ നിങ്ങൾ കളിക്കാൻ കൂട്ടാതെ? കേശു, നമുക്ക് കളിക്കാം കേട്ടോ. കേട്ടോ? കണ്ടോ, അവൻ പ്രതിമ പോലെ നിൽക്കുക, അവൻ അനങ്ങുന്നില്ല. സ്റ്റാച്ചു ആയിപ്പോയി. ആ അതെ അതെ. എടാ പോപ്പി, നിന്റെ ബാറ്റ് അവന് കൊടുത്തേടാ, അവൻ കളിക്കട്ടെ. നല്ലേ. ആഹാ, അത് കൊള്ളാലോ. നമുക്കേ ഇവന്മാരെ കൂട്ടാതെ ഇവന്മാർ കളിച്ച് കഴിയുമ്പോൾ നമുക്ക് കളിക്കാം കേട്ടോ. കൊച്ചിനവന്മാർ കൂട്ടിയില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് അവർ കളിച്ച് കഴിയുമ്പോൾ നമുക്ക് അവരുടെ ബാറ്റ് എടുത്തിട്ട് നമുക്ക് കളിക്കാം കേട്ടോ. ഓക്കെ അല്ലേ? ആ, ഇതന്നെ വിറകെല്ലാം പെറുക്കി തീരാറായോ? വിറകെല്ലാവേ നല്ലതായിട്ട് ഉണങ്ങി കിടക്കുവോ. കുറേ ദിവസമായിട്ട് വെയിലല്ലായിരുന്നോ? അപ്പൊ ഇപ്പൊ പെറുക്കി വെക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല കത്തിക്കാൻ നല്ല സുഖമായിട്ടുണ്ട്. ഇപ്പൊ നല്ല ഉണങ്ങിയിരിക്കുക. ഉണങ്ങിയിരിക്കുന്നുണ്ട്. ചിലപ്പോ മഴ മോഡലുള്ളതുകൊണ്ടേ ഇന്നലെയൊക്കെ തൂളിയായിരുന്നല്ലോ. താഴെ പിള്ളേര് ബാറ്റ് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. കേശുവിനെ കൂട്ടില്ല, കേശു പിണങ്ങി അവിടെ ഇരിപ്പുണ്ട്. അവന് പൊക്കമില്ലാത്തോണ്ടല്ലോ. ചെടിയെല്ലാം നനയ്ക്കാറായല്ലോ ചെടി. വെയിലിന്റെ അറിയാനുണ്ട് കേട്ടോ. പക്ഷേ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നനച്ചാൽ മതിയായിരിക്കും. മഴ മൂടലുണ്ട്. അതെ അതെ അതെ, മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഇതുകൊണ്ടോ ഇപ്പം കൊടിക്ക് തിരിയിട്ട് വരുന്നുണ്ടോ? അതെ, ഇതെങ്ങനെ പറിച്ചെടുക്കും ഇപ്രാവശ്യം അല്ലേ? ഒരു രക്ഷയില്ല. ചിലത് ഇപ്പൊ വിളഞ്ഞതുണ്ട്, ഇപ്പൊ ഉണ്ടാകുന്നതുണ്ട്. വൈകുന്നേരത്തേക്ക് എന്നാ വൈകിട്ടത്തേക്ക് പിള്ളേരെല്ലാം ഉള്ളതാണ്. നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വല്ലതും ഉണ്ടാക്കിയാലോ? എന്നാൽ ഞാൻ പോയിട്ടെ എന്തെങ്കിലും സംഭവമൊക്കെ സെറ്റ് ചെയ്ത് വാങ്ങിച്ചോണ്ട് വരാം. നേരത്തെ വേണേ, അവൻ പകൽ ഉറങ്ങാത്തോണ്ട് ചിലപ്പോ സന്ധ്യ ആകുമ്പോഴത്തേനും കിടന്നുറങ്ങാം. ഇന്നലത്തെ ക്ഷീണമൊക്കെ ഉണ്ട്. വെയിലേതായാലും നല്ലപോലെ അങ്ങ് കത്തിക്കാളി നിൽക്കുവാന്ന് തോന്നുന്നു കേട്ടോ. എന്നാലും അറിയത്തില്ല. ഇന്നലെ അങ്ങോട്ട് കട്ടപ്പനയ്ക്ക് അപ്പുറമൊക്കെ മഴ പെയ്തല്ലോ. അതെ അതെ അതെ, ഇങ്ങോട്ടൊരു മൂടലുണ്ട് ഇന്നലെയൊന്നും ഒക്കെ. പ്രാവശ്യം കണ്ട ചക്കയൊക്കെ വിരിയുന്നതേ, ചക്ക എവിടെ ഉണ്ടാവുമെന്ന് ആലോചിച്ചാന്ന് തോന്നുന്നു. എല്ലാം എകരമെല്ലാം വെട്ടിക്കളഞ്ഞുകൊണ്ട്. എന്നാ വിറകൊക്കെ എടുത്തോണ്ടേ വാ, ഞാനും പോയി സാധനമൊക്കെ വാങ്ങിച്ചോണ്ട് വരാം. നേരത്തെ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വരാന്നൊക്കെ പറഞ്ഞു പോയ ആളെ വന്നപ്പോൾ താമസിച്ചു. ഇപ്പം നമുക്ക് കുറച്ച് ചിക്കൻ എടുത്ത് പെട്ടെന്ന് വറുത്തിട്ട് പിള്ളേർക്ക് ചോറ് കൊടുക്കാം. അല്ല കേശുവൊക്കെ ഉറങ്ങുമല്ലോ. അപ്പം ഇതിന് കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, നമ്മുടെ ഉപ്പും കൂടെ വേണമല്ലേ? ഉപ്പും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും, നമുക്കേ ഒരു ശകലം തൈരും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതുവരെയും ചിക്കൻ തൈര് ഒഴിച്ച് ഇങ്ങനെ ഫ്രൈക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടില്ലേ. അപ്പം ഇത് നമുക്ക് ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. കുറേ പേരുടെ റെക്കമെൻഡേഷൻ ആണ്. അങ്ങനെ പറഞ്ഞു, കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞു അതും കൂടെ തൈരും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആണെന്ന്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു തൈരിടാനൊരു ഈ ചിക്കനും തൈരും കൂടെ ചേരുവല്ല അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളതുകൊണ്ടേ ഒരു പേടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. നമുക്ക് ഇത്തവണ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. നോക്കിയേക്കാം. എന്നാ ഇച്ചിരി ഒഴിക്കാവോ ഇതിനകത്തോട്ട്? തൈര് എൻ്റെ വകയായിക്കോട്ടെ. ഞാൻ ഓർത്ത് പൊട്ടിച്ചില്ലെന്ന്. പൊട്ടിച്ചായിരുന്നു. ഉച്ചയ്ക്ക് ഞാൻ മോരുകറി വെച്ചതായിരുന്നു. എന്തേരം വേണം തൈര്? 2 സ്പൂൺ ഇട്ടോ. യേശുവിനെ ഉറക്കം വരാൻ തുടങ്ങുന്നുണ്ടെന്ന് തോന്നേ. നമുക്ക് ഒരു 10 മിനിറ്റ് വേണമെങ്കിൽ ഇത് ഫ്രൈ ആക്കില്ല, ഇത് നിന്ന് പിടിക്കാനായിട്ട് വെക്കാവേ. ഒരു അരമണിക്കൂറിലും വെക്കേണ്ടതാണ്. പക്ഷേ ഇപ്പം സമയമില്ലല്ലോ, അവന് ഉറക്കം വരുമായിരിക്കും. ഇനി ഒരു അരമണിക്കൂർ ഇരിക്കട്ടല്ലേ? അതവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ബാക്കി ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് കറി വെക്കാവേ. കറി വെക്കാൻ പോവാണ്. അത് നോർമലായിട്ട് നമ്മൾ ചിക്കൻ കറി വെക്കുന്ന പോലെ തന്നെ വെക്കാം. നാളെ എടുക്കാമല്ലോ. നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. മാരിനേറ്റ് ആയി കഴിഞ്ഞു. ഞാൻ വിചാരിച്ചെന്നുണ്ടല്ലോ ഇന്നത്തെ ചിക്കൻ ഫ്രൈ മറ്റേ ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലിയില എല്ലാം കൂടെ അരച്ച് വരട്ടി നമുക്കത് വേറൊരു ദിവസം ഉണ്ടാക്കാം. ഇനി അങ്ങനെ ഉണ്ടാക്കാൻ നിന്ന അങ്ങനെയൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ താമസിച്ചു പോയതുകൊണ്ട് നമുക്കിപ്പം ഇങ്ങനെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായോ? അത് തിളച്ച് വരുന്നു. ചൂടാവട്ടെ. ചൂടാവട്ടെ.
നമ്മുടെ എണ്ണയൊക്കെ തിളച്ചിട്ടുണ്ട്, നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഏകദേശം 3/4 ഭാഗമേ അപ്പം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച്, എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതിനകത്ത് കടയെന്നാണേലും എല്ലാം ഇങ്ങനെ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് വേറെ തന്നെയാണ്, വറുത്തെടുക്കുന്നത് മുളകിന്റെയും എല്ലാത്തിന്റെ അതെ. ഇങ്ങനെ പച്ചമുളകും കൂടി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കും. എന്നിട്ട് ഈ പച്ചമുളകും വെളുത്തുള്ളിയും ഈ ചിക്കൻ വറുത്ത് കോരി കഴിയുമ്പോഴത്തെ ഒരു പൊടിയുണ്ടല്ലോ, ഇതും കൂടെ കൂട്ടിയിട്ട് ചൂട് ചോറ് കഴിക്കാൻ നല്ല നല്ല ടേസ്റ്റാ. സെറ്റാക്കാല്ലേ, ഇതും കൂടെ വറുത്ത് കോരി എടുക്കാം. ഇനിയും 2-3 മണിയിട്ട് ഇളക്കി എടുത്ത് കഴിയുമ്പോഴത്തേനും നല്ല ഫ്രൈ ആയി കിട്ടും. സെറ്റാക്കിയേക്കാം. നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നല്ല കറക്റ്റ് സെറ്റ് ആയിട്ടുണ്ട്, നല്ലപോലെ ഫ്രൈ ആയി. എല്ലാരും വിളിച്ചോണ്ട് വാ കഴിക്കാം. കഴിച്ചേക്കാം, വിളിച്ചോണ്ട് വാ. അപ്പൊ നമ്മുടെ ചിക്കൻ എല്ലാം സെറ്റ് ആയിട്ടുണ്ടല്ലേ അമ്മേ? അടിപൊളിയായിട്ടുണ്ടല്ലോ, കഴിച്ചു നോക്കാം. കഴിച്ചേക്കാം. വിളിച്ചോ. ചിക്കൻ കറി കൊടുത്തില്ലേ, നല്ല ചൂട് ഇടിയപ്പം ഉണ്ട്. അതൊരു കോംബോയാണോ അമ്മേ? ഇത് കളയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ നമുക്ക് ചോറുണ്ട്, മോര് കറിയുണ്ട്. വിശക്കുന്നുണ്ട് അവന്. ബാ, ഇടിയപ്പം കണ്ടിട്ടാ വിശക്കുന്നില്ലെന്ന് പറഞ്ഞത്. ചോറ് തരാം കേട്ടോ. ബ്രെഡ് വേണോ ചോറ് വേണോ? അതെന്താന്നറിയോ, അവനോട് നേരത്തെ പറഞ്ഞായിരുന്നു നമുക്കിന്ന് ചിക്കൻ ഗ്രില്ല് ചെയ്യാന്ന്. അതാ ചോദിച്ചു ഇതാണോ ഗ്രില്ലെന്ന് സമയം പോയോണ്ട് നമ്മൾ ഇന്ന് ഫ്രൈ ആക്കി. ഇന്ന് ഫ്രൈ മതി കേട്ടോ, ഗ്രില്ല് വേണ്ട. ഇന്ന് ഗ്രില്ലില്ല, നമുക്ക് നാളെ ഗ്രില്ല് അടിക്കാവേ. അതെ, ഇത് കണ്ടോ, ഇവന് വിശന്നിട്ട് വയ്യ, ഇവന് ഉറക്കവും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കഴിച്ചേക്കാം. ഓക്കെ കേശുവേ, എങ്ങനെയുണ്ടെന്ന് നോക്കി, നീ പറഞ്ഞിട്ട് വേണം ബാക്കിയുള്ളവർക്ക് കഴിക്കാൻ. ചിക്കൻ ഫ്രൈ ഒന്ന് കഴിച്ചു നോക്കി, എങ്ങനെ ഉണ്ടെന്നൊന്ന് പറഞ്ഞേ. നല്ലതാണെന്ന് പറഞ്ഞാലേ ഞാൻ കഴിക്കുന്നുള്ളൂ. എങ്ങനെയുണ്ട്? നല്ലതാണോ? കഴിച്ചേ. ഓക്കെ. അപ്പൊ നമ്മുടെ പരീക്ഷണം വിജയിച്ചു കേട്ടോ, അവൻ നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും കൊച്ചിന് ഗ്രില്ല് അടിച്ചു കൊടുക്കണം കേട്ടോ. അത് കുഴപ്പമില്ല, അത് നമുക്ക് നാളെ ഗ്രില്ല് അടിക്കാം. ഇത് കണ്ടോ, ഇത് കണ്ടിട്ട് അവൻ ചോദിച്ചാ ഗ്രില്ലാണോ? ഇതിനാണോ ഗ്രില്ലെന്ന് പറഞ്ഞാ ചോദിച്ചേ? എന്ത് രണ്ടുപേര് ഇരുന്ന് കഴിക്കേ. ബാബാ നോക്കി എന്നാണ് സംഭവം, കൊള്ളാം അല്ലേ? പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.